ഈ പറഞ്ഞ കണക്ക് ഒരാളെ പെൻ ഔട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ബിബ്ലിക്കലായിട്ടുള്ളതിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഉത്തമഗീതം എന്ന് പറയുന്നതാണ്. സോങ് ഓഫ് സോങ്സ് പറഞ്ഞിട്ട് കിങ് ഡേവിഡ് എഴുതിയിരിക്കുന്നതാണ്. അതൊരു ഫിക്ഷനാണ്, ബട്ട് അഗെയിൻ നമുക്ക് കുറച്ചും കൂടെ ഒരു ഭയങ്കര ഒരു മെറ്റാഫിസിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നൊരു സാധനം. എനിക്ക് പിന്നെ ലാറ്റിൻ അമേരിക്കൻ ഇഷ്ടം. ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ സൽമാൻ റുഷ്ദി. ദെൻ എനിക്ക് ഡിക്റ്റേറ്റീവ് ഫിക്ഷനും ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ്. അപ്പോൾ അതുകൊണ്ട് അഗത ക്രിസ്റ്റി. പിന്നെ മലയാളത്തിലേക്ക് വരുമ്പോൾ എം മുകുന്ദൻ, എം ടി വാസുദേവൻ നായർ. പിന്നെ ഞാൻ ലേറ്റസ്റ്റ് വായിച്ചതിൽ ലാജോ ജോസില്ലേ, റൂത്തിൻ്റെ ലോകമൊക്കെ എഴുതിയിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഈ ഇംഗ്ലീഷ് റൈറ്റിങ്സിലാണ്. ഇപ്പം ജോൺ ഗ്രിഷാമൊക്കെ വായിച്ചവരെ സംബന്ധിച്ച് ക്രൈം ഡിക്റ്റേറ്റീവ് ത്രില്ലേഴ്സ് ഇംഗ്ലീഷിലാണ് കൂടുതൽ നല്ലതെന്നൊരു മിഥ്യാധാരണ എനിക്കുണ്ടായിരുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് മലയാളത്തിലെ ഫിക്ഷനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ. അവളാണ് എൻ്റെ ഒരു ഫ്രണ്ട്, ബിൻഷ എന്നാണ് പേര്. അവളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ വായിച്ചതാണ് കോഫി ഹൗസും ഹൈഡ്രാഞ്ചിയും. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എൻ്റെ അത് തന്നെ മാറ്റിക്കളഞ്ഞു, ആ ചിന്താഗതി തന്നെ മാറ്റിക്കളഞ്ഞു. ബിക്കോസ് റൂത്തിൻ്റെ ലോകം ഇപ്പം ഇറങ്ങിയ ഓറഞ്ച് തോട്ടത്തിൽ അതിഥിക്ക് അത്ര ഒരു ഫീലില്ല. പക്ഷെ കോഫി ഹൗസും ഹൈഡ്രാഞ്ചി ഇറ്റ്സ് ലൈക്ക് കില്ലിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഭയങ്കര ഒരു എസെൻസ് ഉള്ള ഒരു റൈറ്റിംഗ് അത്.